ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ആദ്യത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ ഇതൊരു സെക്കൻഡ് ചാനലാണ്. നമുക്ക് ആദ്യത്തെ ഒരു ചാനലുണ്ട്, അതങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. അപ്പം ഞാൻ രണ്ടാമതൊരു ചാനലും കൂടെ തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ ചാനലിൽ വലിയ മെച്ചമൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ രണ്ടാമതും ആക്രാന്തം പിടിച്ചിട്ട് രണ്ടാമതൊരു ചാനലും കൂടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം നമുക്ക്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യത്തെ ചാനലിൽ പാചക വീഡിയോയും അങ്ങനത്തെ ഐറ്റമൊക്കെയാണ്. അപ്പോൾ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞു കോമഡികളും കുഞ്ഞു കുഞ്ഞു ഡാൻസും കുഞ്ഞു കുഞ്ഞു പാട്ടുകളും നമ്മളെവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുന്നതും അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ചാനലായിട്ടാണ് ഞാൻ ഇതിനെടുത്തിട്ടുള്ളത്. അപ്പം നമ്മളിതുവരെ വീഡിയോസ് ഒന്നും ഇട്ടില്ല. ഷോർട്ട് വീഡിയോ ഒരു 8-10 ആയെന്ന് തോന്നുന്നു. കറക്റ്റ് എത്രയാണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും ഷോർട്ട് വീഡിയോ മാത്രം ഇട്ടിട്ട് കാര്യമില്ലല്ലോ, ലോങ് വീഡിയോയും കൂടെ ഇടണ്ടേ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത് നിങ്ങളോടൊന്ന് കഥയെ സംസാരിച്ചിട്ട് നമ്മൾ ലോങ് വീഡിയോ ഇടാന്നുള്ള രീതിക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ലോങ് വീഡിയോ എന്ന് വെച്ചാൽ എത്രത്തോളം നിങ്ങൾക്കത് ഇഷ്ടപ്പെടും, സക്സസ് ആവുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ. നമ്മുടെ സഹായിക്കാനോ നമ്മൾ പിന്നിൽ നിൽക്കാനോ സൈഡിൽ നിൽക്കാനോ മുന്നിൽ നിൽക്കാനോ ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. എൻ്റെ ഞാനും കൊച്ചുമക്കളും അച്ചാമ്മയും കൊച്ചുമക്കളും എന്നുള്ള പേരിലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടത്. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾ പൊടിയാണ് കേട്ടോ. അതുങ്ങൾ അറിവ് വെച്ച് വരും തോറും നമ്മളെ കൂടെ അവർ ചേരുമായിരിക്കും. ഇപ്പോൾ എൻ്റെ കുഞ്ഞുമക്കൾ ചെറുതാണ്, അവർക്ക് എട്ടും പൊട്ടും തിരിയാത്ത പ്രായമാണ്, എന്തെന്ന് പോലും അറിയാത്ത പ്രായമാണ്. അപ്പം നമ്മൾ നിലവിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സമയത്ത് അവരെയും കൂടെ ഞാനിതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസൊക്കെ എടുക്കുന്നതായിരിക്കും. ഇപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ കുഞ്ഞുമക്കളെയൊക്കെ ഞാനിത് കാണിച്ചിട്ട്, നമ്മളെപ്പോലെ അവർക്ക് സംസാരിക്കാനും ആക്ട് ചെയ്യാനുള്ള പ്രായമൊന്നും ആയില്ല. അപ്പോൾ അവരെ പ്രായം അനുസരിച്ച് വരുമ്പോൾ അവർക്കിതിൽ താല്പര്യമുണ്ടെങ്കിൽ, ഇതിൽ കൂടാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ കൂടട്ടെ. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അപ്പോഴും കണ്ടത് അപ്പോഴും പോലെ. എന്തായാലും അച്ചാമ്മയും കൊച്ചുമക്കളും എന്നുള്ള പേരിലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. എന്തായാലും വരുന്നത് പോലെ വരട്ടെ. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ എന്തായാലും എൻ്റേതായ രീതിയിൽ കോമഡികളൊക്കെ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് എത്രത്തോളം ശരിയാവും, നമുക്കതൊന്നും ശീലമില്ലല്ലോ. നമ്മൾ കോമഡിയൊന്നും ചെയ്ത് നമുക്ക് ശീലമില്ലല്ലോ. പാടുന്ന കാര്യത്തിലായാലും ഡാൻസിൻ്റെ കാര്യത്തിലായാലും നമുക്കിതൊന്നും ശീലമുള്ളതല്ല. അപ്പോൾ എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ മാക്സിമം ശ്രമിക്കാം. ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടട്ടെ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യട്ടെ. നമ്മുടേതായ കഴിവുകൾ നമുക്കിങ്ങനെയൊക്കെ അവതരിപ്പിക്കാനുള്ള ഒരു സോഷ്യൽ മീഡിയ നമ്മുടെ യൂട്യൂബ് എന്ന ചാനലിൽ നമുക്കതിന് പ്രായഭേദമന്യം എല്ലാവർക്കും അവരവരുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു സോഷ്യൽ മീഡിയയാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ. പല സോഷ്യൽ മീഡിയ ഉണ്ട്, എന്നാലും ഞാനിപ്പോൾ നമ്മുടെ ഇതിലെ കാര്യമായതുകൊണ്ടാണ് യൂട്യൂബിൻ്റെ കാര്യം എടുത്ത് പറയുന്നത്. നമ്മളിപ്പോൾ പറയുന്നതൊക്കെ തെറ്റാണോ ശരിയാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ഇതിലാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ വരുന്ന കോമഡികൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഫസ്റ്റ് നമ്മുടെ ഈ ചാനലിനെ പറ്റി തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, നമ്മൾ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഇത് രണ്ടാമത്തെ ചാനലാണ്. ഇതൊക്കെ ആൾക്കാർ കാണുമ്പോൾ വിചാരിക്കും തള്ളയ്ക്ക് ഒന്ന് തുടങ്ങിയിട്ട് അത്യാഗ്രഹം തീരാണ്ട് അടുത്ത് ഒന്നും കൂടെ തുടങ്ങി എന്നുള്ള രീതിക്കായിരിക്കും. ഒരു വഴിക്ക് പോകുന്നതല്ലേ, ഇരിക്കട്ടെന്നല്ലേ. ഒന്നീ വെള്ളം അല്ലെങ്കിൽ പാറ, രണ്ടും കൽപ്പിച്ചുള്ള പോക്കാണ്. ദൈവം ഭാഗ്യം ഏത് വഴിക്ക് വരണമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല കേട്ടോ. എന്തായാലും അപ്പം നമ്മുടെ ഈ ഫസ്റ്റ് ചാനലിലോട്ട്, നമ്മുടെ ഈ സെക്കൻഡ് ചാനലിലോട്ട് ആദ്യത്തെ വീഡിയോസാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിപ്പം വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നാലെ എന്തെങ്കിലുമൊക്കെ കോമഡി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്തിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മളൊപ്പം ഉണ്ടാവണം കേട്ടോ.